ഹായ് ഓൾ, ഐ എം ആയിഷത്ത് ഫഹീദ. ഈ കഴിഞ്ഞ നവംബർ 10-നായിരുന്നു എൻ്റെ DHA എക്സാം. അൽഹംദുലില്ലാ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായിട്ടുണ്ട്. താങ്ക്സ് ടു മെഡ്വെഞ്ചർ ടീം ആൻഡ് മൈ മെൻറ്റർ നൗറിൻ മാം. ഞാൻ 6 മാസത്തെ കോച്ചിങ്ങാണ് എടുത്തത്. അത്യാവശ്യം സമയത്ത് തന്നെയാണ് പഠിച്ചത്. ഞാൻ പഠിച്ച രീതി എന്ന് വെച്ചാൽ ആദ്യം ബേസിക് ക്ലാസ്സസ് കേട്ടു. സാറിൻ്റെ ബേസിക് ക്ലാസ്സസ് സിമ്പിൾ ആൻഡ് ക്ലിയർ കട്ടായിരുന്നു. പിന്നീടാണ് ഇമ്പോർട്ടൻ്റ് ഫയൽസും റീസെൻ്റ്ലി അപ്ഡേറ്റഡ് ഫയൽസും നോക്കിയത്. ഈ ഫയൽസൊക്കെ കുറേ പ്രാവശ്യം നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു പ്രാവശ്യം നോക്കി രണ്ടാമത്തെ പ്രാവശ്യം ഈ ഫയലൊക്കെ നോക്കുമ്പോൾ നമുക്ക് പുതിയ ഫയൽ നോക്കുന്ന പോലെയാണ് തോന്നാം. അത് കാരണം ഈ ഫയലൊക്കെ ഞാൻ കുറേ പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. ഫയൽസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്തു. മോക്ക് ടെസ്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടിയായിരുന്നു. അവരൊന്നിച്ച് കമ്പൈൻ സ്റ്റഡി നടത്തിയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ എൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാം അത്യാവശ്യം ടഫായിരുന്നു. ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ സ്ട്രക്ചറും കാൽക്കുലേഷനൊക്കെ അത്യാവശ്യം ടഫായിരുന്നു. പിന്നെ മെൻറ്റർ നൗറിൻ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാം ഭയങ്കര സപ്പോർട്ടീവാണ്, ഫ്രണ്ട്ലിയാണ്. ഞാൻ എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും അപ്പം തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ബിഫോർ എക്സാം ആണെങ്കിലും ആഫ്റ്റർ എക്സാം ആണെങ്കിലും മാം ഭയങ്കര ഫ്രണ്ട്ലി ആയി സപ്പോർട്ടീവായി സംസാരിച്ചായിരുന്നു. മാം മെൻ്റലി എനിക്ക് നല്ലോണം സപ്പോർട്ട് തന്നായിരുന്നു. കാരണം ഞാൻ ഭയങ്കര സ്ട്രെസ് അടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ മാമിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ഭയങ്കര ഹെൽപ്ഫുള്ളായി. പിന്നെ ഇനി എക്സാം എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഫയൽസ് നല്ലോണം റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് പഠിക്കുക. കാരണം ഞാൻ എക്സാം കംപ്ലീറ്റ് ചെയ്തത് 44 സെക്കൻഡ് ഉള്ളപ്പോഴാണ്. എനിക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറേ ഫ്ലാഗ് ഇട്ട് വെച്ച ക്വസ്റ്റ്യൻസ് ബാക്കിയായിരുന്നു. അത് നോക്കി സ്റ്റക്കായിപ്പോയി. അതിൽ സ്ട്രക്ചർ കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അത് നോക്കി കുറച്ച് സ്റ്റക്കായി നിന്നു. അത് കാരണം സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് 44 സെക്കൻഡ് ഉള്ളപ്പോഴാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അത് കാരണമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് പഠിക്കുക. എനിവേ, ഓൾ ദി ബെസ്റ്റ് ഗൈസ്.